പോപ്പുലർ മലയാളി ഓഫ് ദി ഇയർ 2025 അവാർഡ് അനീഷ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അനീഷിന്റെ നേരം തുഴഞ്ഞ് ഈ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് പ്രചോദനം തരുന്നതാണ് അദ്ദേഹത്തിന്റെ വളർച്ച. അതിലൊത്തിരി സന്തോഷം. കാരണം എന്നെപ്പോലെ ഒരു സാധാരണക്കാരി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അവർക്ക് ഈ നിലയിലേക്ക് എത്താൻ പറ്റുമെന്ന് ഒരു മാതൃക കൂടിയാണ് അനീഷ്. നേരം തുഴഞ്ഞ എന്നുള്ള ബുക്കും വായിക്കാനിടെ അടിപൊളി ബുക്കാണ്. നല്ലൊരു ബുക്ക്. നമ്മളുമായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളും വരികളും ഒക്കെയാണ്. അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവിധ അഭിനന്ദനങ്ങളും അനീഷ്. ഇനി ഉയരങ്ങളിലെത്താൻ ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ വിജയത്തിൽ ഞങ്ങളും സന്തോഷിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ തൊട്ട നമസ്കാരം പറയാണ്. നീ ഇങ്ങനെ പോയാ പോരാ, എനിക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ കുറച്ചൊക്കെ കഴിവ് തെളിയിക്കണം, 4 പേര് അറിയുന്ന ഒരു വ്യക്തിത്വമാവണം എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചു തുടങ്ങി, ഏതാണ് എന്റെ ഒരു സ്ട്രോങ് പോയിന്റ്, സ്പോർട്സ് ആണോ അല്ലെങ്കിൽ ആർട്സ് ആണോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷണത്തിലൊടുവിൽ ഞാൻ കണ്ടെത്തി മലയാളമാണ് എന്റെ സ്ട്രോങ് പോയിന്റ് എന്നുള്ളത്. അപ്പോ പിന്നെ മലയാളത്തിൽ എന്ത് ചെയ്യാം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ എഴുതുമായിരുന്നു. കഥ, കവിത, ലേഖനം, അതുപോലെ തന്നെ പ്രസംഗം തുടങ്ങിയ എല്ലാ മത്സരങ്ങളും, മോണാക്ട് തുടങ്ങി കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. പിന്നീട് എന്റെ ഒരു ആഗ്രഹം ഒരു ബുക്ക് എഴുതണം എന്നുള്ളതായി. പക്ഷേ അത് അകന്നു നിന്നു. അത് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ജോലിയായി, പിന്നെ ജോലിയുടെ തിരക്കായി, അങ്ങനെ ജീവിതം പോകുമ്പോൾ എനിക്ക് തോന്നി ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെ പുഷ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, എന്നെ പുഷ് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പുസ്തകം എഴുതാനായിട്ട് തുനിഞ്ഞു. അങ്ങനെ എന്റെ ആദ്യത്തെ പുസ്തകം എൻ നേരം തുഴഞ്ഞ് എന്ന പുസ്തകം പുറത്തിറങ്ങി. ഇപ്പോഴത് ബെസ്റ്റ് സെല്ലറായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം തലക്കി പിടിച്ചത്. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഹരം കൊള്ളിക്കുന്ന ഒരു ഷോ ആയിരുന്നു. അങ്ങനെ ആ ഷോയിലേക്ക് ഭാഗ്യവശാൽ ഞാൻ എത്തപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ കോമണറായി, ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ കോമണറായി, ഫസ്റ്റ് റണ്ണറപ്പായി നിങ്ങളുടെ മുന്നിൽ അനീഷേട്ടനായിട്ട് ഇങ്ങനെ വന്നു നിൽക്കുന്നു. ഒരുപാട് സന്തോഷം.